നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? 38 വർഷം ബെഥെസ്ദ കുളക്കടവിൽ രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയോട് യേശു ചോദിക്കുന്ന ചോദ്യമാണിത്. തൻ്റെ കിടപ്പ് കണ്ടിട്ട്, അതും ഏറിയ കാലമായി എന്നറിഞ്ഞിട്ടാണ് യേശു ഈ ചോദ്യം ചോദിച്ചത്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സൗഖ്യമാകുവാൻ മനസ്സില്ലാതെ ആ വ്യക്തി എന്തിനാണ് ബെഥെസ്ദ കുളക്കടവിൽ കിടന്നത്? തൻ്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒത്തുവരുവാൻ വേണ്ടി താൻ നഷ്ടമാക്കിയത് 38 വർഷമായിരുന്നു. ദൈവവചനത്തിലൂടെ നമ്മോടും ദൈവം ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ? നമ്മളും ആ രോഗിയെപ്പോലെ നമ്മുടെ അവസ്ഥകളും സാഹചര്യങ്ങളുമല്ലേ പറയാറ്. പക്ഷെ കർത്താവിന് അറിയേണ്ടത് നിനക്ക് മനസ്സുണ്ടോ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. യേശു ആ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നോ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നതോ കാണുന്നില്ല. പകരം നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില വിടുതലുകൾ സംഭവിക്കുന്നത് നിന്റെ സമർപ്പണത്തിലൂടെയാണ്. സാഹചര്യത്തെയും അവസ്ഥയെയും നോക്കി നിൽക്കാതെ ആദ്യം നീ നിന്റെ കാൽ വയ്ക്കുമെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെ ഉണ്ടാകും. സമർപ്പണത്തിലൂടെ ചില മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താം. അത് വിടുതലാക്കി ദൈവം മാറ്റുക തന്നെ ചെയ്യും.